വയനാട് ഉരുൾപൊട്ടൽ തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി കണക്കാക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനെ അറിയിച്ചു. കേരളത്തിന്റെ തുടർച്ചയായ ആവശ്യം മൂലം കേന്ദ്ര ക്യാബിനറ്റ് കമ്മിറ്റിയാണ് ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തത്. കേരളത്തിലെ എംപിമാർ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാണ് നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ തീവ്ര സ്വഭാവമുള്ള ദുരന്തം എന്നാണ് കേന്ദ്രം കണക്കാക്കിയിരിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടലിന്റെ ഭാഗമായി പ്രത്യേക ധനസഹായം കേന്ദ്രം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. കേരളത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളിന് ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ രാജേഷ് ഗുപ്ത അയച്ച കത്തിലാണ് തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതായി സംസ്ഥാനത്തെ അറിയിച്ചത്. ആഭ്യന്തര മന്ത്രാലയം നേരത്തെ തന്നെ ഈ വിവരം പാർലമെന്റിനെ അറിയിച്ചിരുന്നു. സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ ഫണ്ടിലേക്കാണ് കേന്ദ്രം സഹായധനം കൈമാറുക എന്നും കത്തിൽ പറയുന്നുണ്ട്. ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നായിരിക്കും സംസ്ഥാനത്തിനുള്ള തുക കൈമാറുന്നത്. കേരളത്തിൽ നിന്നുള്ള 23 എംപിമാർ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആഭ്യന്തരമന്ത്രിയെ ആയ അമിത്ഷായെ സന്ദർശിച്ച് വയനാടിനായി പ്രത്യേക പാക്കേജ് അനുവദിക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്രം അടിയന്തരമായി പണം അനുവദിച്ചില്ലെങ്കിൽ സെസ് രൂപത്തിൽ ജനങ്ങളുടെ മേൽ അതിന്റെ ഭാരം സംസ്ഥാന സർക്കാർ ചുമത്താൻ സാധ്യതയുണ്ട്. വയനാട് പുനരധിവാസം 2000 കോടിയാണ് എസ്റ്റിമേറ്റ് കണക്കാക്കിയിരിക്കുന്നത്. ഇനി 1300 കോടി രൂപ സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടതായുണ്ട്. കേന്ദ്ര സർക്കാർ ഈ തുക അനുവദിച്ചില്ലെങ്കിൽ പെട്രോൾ, ഡീസൽ ഉൾപ്പെടെയുള്ള ഇന്ധനങ്ങളുടെ മേൽ സെസ് ഏർപ്പെടുത്താനാണ് സംസ്ഥാന സർക്കാരിന്റെ ആലോചന. ജനുവരി മാസം അവസാനം പുറത്തുവരുന്ന കേരള സർക്കാർ ബജറ്റിൽ അതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകും. അങ്ങനെ വന്നാൽ ഏപ്രിൽ മുതൽ ഇന്ധനങ്ങൾക്ക് വില കൂടാൻ സാധ്യതയുണ്ട്. 1000 കോടി രൂപയെങ്കിലും കേന്ദ്ര സർക്കാർ അനുവദിക്കണം എന്നാണ് കേരളീയരുടെ പ്രാർത്ഥന. വയനാട് ദുരന്തമുണ്ടായി മാസങ്ങൾ പിന്നിട്ടിട്ടും ദുരന്തബാധിതർ ബന്ധുക്കളുടെ വീടുകളിലും വാടക വീടുകളിലുമാണ് കഴിയുന്നത്. സർക്കാർ നടപടികൾ മുറ പോലെ എന്ന പഴയ രീതി പിന്തുടരാതെ അടിയന്തരമായി സർക്കാർ പുനരധിവാസത്തിനുള്ള മികച്ച പദ്ധതി ആവിഷ്കരിക്കുകയും യുദ്ധകാലാടിസ്ഥാനത്തിൽ പദ്ധതി പൂർത്തിയാക്കുകയും ചെയ്യണം. സർവ്വതും നഷ്ടപ്പെട്ട ഒരു ജനതയ്ക്ക് നീതി ഉറപ്പാക്കേണ്ടത് അങ്ങനെയാണ്. 2025 അവസാനിക്കുന്നതിന് മുൻപ് വയനാട്ടിലെ ദുരന്തബാധിതരുടെ പുനരധിവാസം പൂർത്തിയാക്കുവാൻ സർക്കാരിന് കഴിയണം.